ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. നമസ്കാരം. ഗാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സുനീഷാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം സുനീഷ്. നമസ്കാരം. സുനീഷ് ഇവിടെ എന്ത് ചെയ്യണം? ഞാനിവിടെ ഒരു വാട്ടർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അജുമാൻ ബേസ്ഡ് ആയിട്ട്. ഇവിടെ ഷാർജയിൽ, ദുബായിൽ എല്ലായിടത്തും ഉണ്ട് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. താമസിക്കുന്നത് ഇപ്പം അജുമാനിലാണ്, പിന്നെ ഷാർജയിലോട്ട് മാറുന്നുണ്ട്. ജോലിയുടെ ഭാഗമായിട്ട് അൽത്തൗണിലേക്കാണ്. ഓക്കെ ഓക്കെ. ഫാമിലിക്ക് ഇവിടെയാണോ അതോ? ഫാമിലി നാട്ടിലാണ്. ആരൊക്കെ ഉണ്ട്? ഭാര്യ, 2 മക്കൾ. മൂത്ത പുള്ളി 24 വയസ്സ്, മെക്കാനിക്കാണ്. രണ്ടാമത്തെ ആൾ +2 പഠിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ സുനീഷിൻ്റെ ഒരു ഗാനത്തിലൂടെ ഫസ്റ്റ് അനന്തഭദ്രം എന്ന സിനിമയിലെ ദാസേട്ടൻ പാടിയ പാട്ട്. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യഗണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യഗണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ഓക്കെ, താങ്ക് യു. നന്നായിട്ടുണ്ട് കേട്ടോ. ഇത്തരം പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ദാസേട്ടൻ്റെ മിക്കവാറും മലയാള പാട്ടുകളാണ്, ക്ലാസിക്കലും സെമി ക്ലാസിക്കലും ആണ് എനിക്കിഷ്ടം. ഓക്കെ ഓക്കെ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് ഞാൻ 1 മാസക്കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ട്, തബല പഠിച്ചിട്ടുണ്ട്, ഹാർമോണിയം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം 2 മാസം 3 മാസം ആ കാലം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായ സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ആയ സമയത്ത് ഞാൻ പഠിച്ചു. പക്ഷെ ഒന്നും എത്തിയില്ല, എവിടെ എത്തിയില്ല. ഒരു അല്പജ്ഞാനിയാണ്. എന്നാൽ സംഗീതത്തിനോട് ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അതെ അതെ. ഇനിയും പഠിക്കാമല്ലോ. തീർച്ചയായിട്ടും. ജഗദീശ്വരൻ്റെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും പഠിക്കാം. ഇപ്പോൾ ദാസേട്ടനാണ് ഇഷ്ടം. അതെ അതെ. അപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകളാണോ കൂടുതൽ കേൾക്കാറ്? ദാസേട്ടൻ്റെ പാട്ടുകളാണ് കൂടുതൽ കേൾക്കാറ്. ആദ്യം നമ്മുടെ ഈ നാടകഗാനം ഉണ്ടായിരുന്നു അന്ന്, CD പ്ലെയറൊക്കെ ഉള്ള, ആ CD പ്ലെയറല്ല, HMVയുടെ ആ പ്ലെയറുള്ള സമയത്ത് ഇതിനകത്ത് അവരനുകരിച്ച് അത് കേട്ട് പഠിച്ച് അങ്ങനെയാണ് പിന്നെ ദാസേട്ടൻ്റെ കാലം വന്നപ്പോൾ ദാസേട്ടൻ്റെ കാലത്ത് ദാസേട്ടൻ്റെ പാട്ടുകൾ കേട്ട് അത് ടാപ്പ് റെക്കോർഡായി. ആ ടാപ്പ് റെക്കോർഡിൽ നമ്മൾ ഓരോ ലൈൻസ് പാടി കേട്ട് അത് എഴുതി അത് വീണ്ടും പഠിച്ച് അങ്ങനെ പോകുന്നു. പക്ഷേ ഇപ്പോൾ പാട്ടൊക്കെ മറന്നു, ലൈൻസ് മറന്നു, പക്ഷെ പാട്ടിനോട് താല്പര്യമുണ്ട്. അപ്പോൾ പാടാനുള്ളൊരു എന്താ പറയുക, ഒരു പാഷൻ. അതെ. അപ്പോൾ ഒരു പാട്ട് കൂടെ ദാസേട്ടൻ്റെ ഒരു പഴയ പാട്ട്, നദിയിലെ ഒരു പാട്ട് പാടാം. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി,
ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ ഓടിയെത്തും ഓർമ്മകളിൽ ഊമലാളിൻ ഗദ്ഗദവും ഊമലേ ആരോമലേ ഒന്നു ചിരിക്കൂരിക്കൽ കൂടി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഒത്തിരി പഴയ പാട്ടാണല്ലേ? അതെ അതെ അതെ. എന്നാലും ഇപ്പോഴും കേൾക്കുമ്പോൾ വളരെ ഒരു ഇമ്പം തോന്നുന്ന. ശരിക്കും അങ്ങനത്തെ കുറേ പാട്ടുകൾ ഉണ്ടല്ലേ പഴയ. തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് പാട്ടിൻ്റെ ലൈൻസ് മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ലൈൻസുകളാണ്. പി ഭാസ്കരൻ മാഷും വയലാർ മാഷായാലും പിന്നെ ദേവരാജൻ മാഷായാലും അങ്ങനെ എല്ലാവരും കൊടുത്തേക്കുന്ന സംഗീതം കൊടുത്തേക്കുന്നതും പാട്ട് എഴുതിയേക്കുന്നതും അത് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നിന്ന് ഏത് കാലത്തും മായാത്ത ഒരു വേർഡ്സാണ് അത് കൊടുത്തേക്കുന്നത്. അത് എക്കാലത്തും പുതിയ ജനറേഷൻ ആയാലും പക്ഷേ പുതിയ ജനറേഷൻ ഇപ്പോൾ കൂടുതൽ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. അവർക്കിപ്പം എന്താ പറയുക, അവർക്കിപ്പോൾ അവരുടേതായ ഒരു ശൈലിയുണ്ട്. അല്ല എന്നാലും ഇപ്പോൾ പഴയ പാട്ടുകൾ തന്നെയാണ് പല കുട്ടികളും റിയാലിറ്റി ഷോയിലൊക്കെ എടുക്കുന്ന പഴയ പാട്ടുകൾ എടുക്കാറുണ്ട്. അപ്പോൾ പഴയ പാട്ടുകൾ താല്പര്യമുണ്ട്. അതെ അതെ അതെ. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലിറിക്സ് ആ പഴയ പാട്ടുകളുടെ ആ ലിറിക്സ് ഒരു സംഭവമാണ്. കാരണം ഒരിക്കലും മനസ്സൊന്നും മായാത്ത ലിറിക്സാണ് എഴുതിയിട്ടുള്ളത്. അതെ അതെ. എല്ലാവരുടെയും മനസ്സിൽ ആ ലിറിക്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പാട്ട് പാടിയാൽ എവിടെയെങ്കിലും ഒരു ലിറിക്സ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോഴത്തെ പാട്ടുകൾ അങ്ങനെ അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഓക്കെ ആയിരിക്കും. ഇപ്പോൾ പാട്ട് എന്ന് പറയുമ്പോൾ ലിറിക്സ് ഇപ്പോൾ ഒരു മാസം നിൽക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അത് പോകും. അങ്ങനെയുള്ള അല്ല മനസ്സിൽ അങ്ങനെ നിൽക്കാറില്ല. പക്ഷേ പഴയ പാട്ടുകളുടെ ലിറിക്സ് എപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് പഴയ പാട്ടുകൾ പാടുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലിറിക്സിന്റെ കാര്യത്തിൽ എന്ത് മിസ്റ്റേക്ക് വന്നാലും ഉടനെ തന്നെ അത് അറിയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ദാസേട്ടൻ അല്ലാതെ മറ്റ് സിംഗേഴ്സിൽ ആരെയാ? എം ജി ശ്രീകുമാർ സാറിന് ഇഷ്ടമാണ്, അവരുടെ പാട്ടും പാടാറുണ്ട്. പഴയ നാടകഗാനങ്ങളിൽ പിന്നെ KS ജോർജ് സാറ് നാടകഗാനങ്ങൾ പാടാറുണ്ടോ? പാടാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ലിറിക്സിൻ്റെ ഒരു ചെറിയ പണ്ടൊക്കെ പഠിച്ചെല്ലാം ബൈഹാർട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളിതൊന്നും പോകാത്തതുകൊണ്ട് നമുക്കതൊന്നും ഇപ്പം പുതിയ പുതിയ സംഭവങ്ങളല്ലേ, അപ്പം അതിനനുസരിച്ച് നമ്മൾ ആ ലൈൻസ് എടുത്ത് പാടുന്നു. പിന്നെ ഗാനമേളയ്ക്ക് പോകുമ്പോഴും ലിറിക്സ് ഇല്ലാതെ എനിക്ക് ബൈഹാർട്ട് പാടാൻ പറ്റില്ല. എപ്പോഴും ഞാൻ ലിറിക്സ് കൊണ്ടുപോകും. ഇപ്പം ഞാൻ NTVയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ചു, അപ്പോഴും ലിറിക്സ് കൊണ്ടുപോയി അത് നോക്കിയിട്ടാണ് നമുക്ക് പാടുന്നത്. അതെ അതെ അതെ. നമുക്ക് അങ്ങനെ ശീലിച്ചു പോയാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, നോക്കി പാടി അങ്ങനെ ശീലിച്ചു പോവല്ലേ. അതെ 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 അതെ. അപ്പോൾ നീ ഹിന്ദി വേറെ ലാംഗ്വേജസ് ഒക്കെ പാടാം? ദാസേട്ടൻ്റെ ഒരു പാട്ട് ഹിന്ദി ഒന്നും ഞാൻ പാടാറില്ല. പൊതുവെ വിട്ട് വേറൊരു ദാസേട്ടനാണ് എൻ്റെ സംഗീതത്തിലെ ഗുരുനാഥൻ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ പുള്ളിയെ കണ്ടിട്ടില്ലെങ്കിലും, പുള്ളിയെ കണ്ടു ഒരു പ്രാവശ്യം, പക്ഷേ അടുത്തൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും, പുള്ളിയുടെ ശിഷ്യത്വം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പുള്ളിയുടെ പാട്ടുകളാണ് എൻ്റെ എന്താ പറയുക പഠിക്കാനുള്ളൊരു പ്രചോദനം കിട്ടിയേക്കുന്നത്. അപ്പോൾ ദാസേട്ടൻ്റെ തന്നെ ഒരു ഹിന്ദി പാട്ടാവുമല്ലോ. ദാസേട്ടൻ്റെ ഹിന്ദി പാട്ട് എനിക്ക് ഞാൻ ഒരു വരിയോ രണ്ട് വരിയോ പാടും കേട്ടോ. കാരണം മധുബൻ ഖുശ്ബൂ ദേതാ ഹൈ സാവൻ സാജൻ ദേതാ ഹൈ മധുബൻ ഖുശ്ബൂ ദേതാ ഹൈ. അത്രേ അറിയുള്ളൂ ഹിന്ദിയിൽ. ഇവിടെ ഇപ്പോൾ വർക്കിൻ്റെ ഇടയിലാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൻ ഉണ്ട് 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 ഉണ്ട്. അപ്പോൾ എന്നാലും നമ്മുടെ കൂടെ അതിനിടയിലും വരാൻ കാണിച്ചൊരു മനസ്സിന് താങ്ക്സ് പറയാണ് കേട്ടോ. പിന്നെ ഒരു തമിഴ് പാട്ട് കൂടെ ആയാലോ? ആ ശരി.
അമ്മ என்றழைக்காது உயிரில்லையே அம்மாவை வணங்காது உயர்வில்லையே அம்மா என்றழைக்காது உயிரில்லையே அம்மாவை வணங்காது உயர்வில்லையே நேரில் நின்றும் தேசும் தெய்வம் பெற்றதாய்ந்த யாரெந்து வேறு அம்மா என்றழைக்காது உயிரில்லையே അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ. അപ്പോൾ ഒത്തിരി സന്തോഷം സുനീഷ് ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തതിന്. ഇനി വരണം. തീർച്ചയായിട്ടും താങ്ക് യു. ഇതിനൊക്കെ ബൈജു ചേട്ടനോടാണ് താങ്ക് യു പറയുന്നത്. ബൈജു ചേട്ടനാണ് എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയതും ഇങ്ങോട്ട് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചതും ഒക്കെ പുള്ളിയുടെ ഒരു ഫോഴ്സ് കൊണ്ടാണ് ഞാൻ വന്നത്. തീർച്ചയായിട്ടും കണ്ടുമുട്ടിയാലും ഇവിടെ വന്ന് പങ്കെടുക്കാൻ സാധിച്ചാലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.